ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർപ്പൂവിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. സച്ചിയുടെ കാറിൽ സഞ്ചരിക്കുകയാണ് നീലിമ. അതറിയാതെ സച്ചിക്ക് അറിയില്ല തൻ്റെ അച്ഛൻ്റെ പണം കട്ടുകൊണ്ട് പോയത് ഇവളാണെന്ന് സച്ചിക്ക് അറിയില്ല. അതേ സമയത്ത് സുധിയാണെങ്കിൽ ഫോൺ ചെയ്ത് ആ കാറിൻ്റെ അരികിൽ നിൽക്കുകയാണ്. നീലിമയാണെങ്കിൽ പേടിച്ച് കാറിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് സച്ചി അവിടേക്ക് അമ്പലത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ സച്ചി സുധിയോട് ചോദിക്കുന്നുണ്ട്, നീ എന്താടാ ഇവിടെ നിൽക്കുന്നത്, മാറി നിൽക്ക്, കാറുമെന്ന് മാറി നിൽക്കാൻ ഇങ്ങനെ ആവശ്യപ്പെടുകയാണ്. അപ്പൊ സുധി മാറി നിൽക്കുകയും സച്ചി കാറിൽ കയറി ഇരിക്കുമ്പോൾ ഈ നീലം എങ്ങനെ ഒളിച്ച് കിടക്കുന്ന ഒരു ഭാഗം കാണുമ്പോൾ ചോദിക്കുന്നുണ്ട്, എന്താ ഇങ്ങനെ, എന്താ പറ്റി മേഡം എന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല, വേഗം വണ്ടി എടുക്കുക, നിങ്ങൾ എന്താ എത്ര നേരം വൈകി എന്നൊക്കെ ചോദിക്കുകയാണ്. സോറി മേഡം, അമ്പലത്തിലെ ഒരു പരിപാടി ഉണ്ടായിരുന്നു, കുടുംബസമയത്തുള്ളതായിരുന്നു, അതുകൊണ്ടാണ്, ഇപ്പൊ പോവാം മേഡം എന്നും പറഞ്ഞ് അങ്ങനെ സച്ചി അവിടെ നിന്നും മേഡത്തിനെ, അതായത് നീലിമയെ കൊണ്ടുപോവുകയാണ്. നീലിമ പറഞ്ഞ സമയത്ത് തന്നെ പറഞ്ഞ സ്ഥലത്ത് അവളെ എത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതേ സമയത്ത് അമ്പലത്തിലാണെങ്കിൽ നമ്മുടെ ശ്രുതിയെ നല്ല പെടാപ്പാട് പെടുത്തുകയാണ് ചന്ദ്രമതിക്ക് എങ്ങനെയെങ്കിലും മലേഷ്യയിലെ ശ്രുതിയുടെ അച്ഛനെ പുറത്തിറക്കണം, മലേഷ്യയിലുള്ള സ്വത്തുക്കളും സ്വർണവും പണവും ഒക്കെ ഇങ്ങോട്ട് കിട്ടണം എന്നൊരാഗ്രഹം കൊണ്ടാണ് ശ്രുതിയെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നത്. അങ്ങനെ അത് തന്നെയല്ല, ശ്രുതിയുടെ അരികിൽ കിടക്കാൻ പാടില്ല, അതുപോലെ തന്നെ നിലത്ത് പായിട്ട് തറയിലായിട്ട് കിടക്കണം. പിന്നെ ഭക്ഷണം സ്വയം പാചകം ചെയ്തിട്ട് തന്നെയാണ് ഭക്ഷണം കഴിക്കേണ്ടത്, മറ്റൊരാൾ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാൻ പാടില്ല. അങ്ങനെയുള്ള കുറേ വ്രതങ്ങളും കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. അതൊക്കെ കാണുമ്പോൾ ശ്രുതി പെട്ടുപോവുകയാണ്. രേവതി ആണെങ്കിൽ നല്ല അടിപൊളി ഫുഡൊക്കെ ഉണ്ടാക്കി വെക്കുമ്പോൾ അത് ഓർമ്മയില്ലാതെ ശ്രുതി വന്ന് കഴിക്കാനിരിക്കുമ്പോൾ ഇതെന്താ ഇത്, ഇങ്ങനെ കഴിക്കാൻ പാടുണ്ടോ എന്ന് സച്ചി ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോഴായിരിക്കും ചന്ദ്ര, അത് ശരിയാണല്ലോ ശ്രുതി, നീ അവിടെ നിന്ന് എഴുന്നേൽക്ക്, വേഗം പോയി നിനക്ക് വേണ്ട ഭക്ഷണം നീ തന്നെ ഉണ്ടാക്കി കഴിക്കാൻ ആവശ്യപ്പെടുകയാണ്. അപ്പൊ ശ്രുതി പറയുന്നുണ്ട്, എനിക്ക് അറിയില്ല എന്ന് പറയുമ്പോൾ എന്തറിയാൻ, ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് അടുക്കളയിൽ കൊണ്ടുപോയി അവളെ കൊണ്ട് തന്നെ പണികളൊക്കെ ചെയ്യിച്ച് അവൾക്ക് വേണ്ട ഭക്ഷണം അവളെ കൊണ്ട് തന്നെ ഉണ്ടാക്കിച്ചിട്ട് ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മുടെ ശ്രുതി ആകെ പെട്ടുപോവുകയാണ്. മറ്റൊരു ദിവസം സച്ചിയെ വിളിക്കുകയാണ് നീലിമ സച്ചിയുടെ വാടക വിളിക്കുന്നുണ്ട്. അങ്ങനെ അവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നീലിമ പറയാണ്, നീലിമയ്ക്ക് ഒരു ഫോൺ വരുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് അയ്യോ അത് അടച്ചു പോയോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് ഫോണിലൂടെ. അപ്പോൾ സച്ചി ചോദിക്കുകയാണ്, എന്താ മേഡം, എന്താ പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ, അതെ, ഞാൻ നാട്ടിൽ ഇവിടെ വന്നു കഴിഞ്ഞ് സ്ഥിരമായി പോവാറുള്ള ഒരു ബ്യൂട്ടി പാർലർ ഉണ്ടായിരുന്നു, അതിപ്പോൾ അടച്ചു പോയെന്നാണ് പറഞ്ഞത്, ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഞാനെന്നും ചോദിച്ച് നീലിമ അങ്ങനെ കാറിൽ വിഷമിച്ചിരിക്കുമ്പോൾ സച്ചി പറയാണ്, മേഡത്തിന് ഞാൻ നല്ലൊരു അടിപൊളി ബ്യൂട്ടി പാർലർ ആക്കിത്തരാം, അവിടുത്തെ മേഡം സൂപ്പറാണ്, നല്ല രീതിയിൽ മേക്കപ്പ് ഒക്കെ ചെയ്തു തരും എന്നിങ്ങനെ സച്ചി പറയുമ്പോൾ, ആണോ, നിങ്ങൾക്ക് പരിചയമുള്ളതാണോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് പരിചയമുള്ളതാണ്, എന്നാൽ അവിടെ കൊണ്ടുവന്ന് ഇറക്കി തായോ എന്ന് പറയുകയും ചെയ്യുന്നുണ്ട് നീലിമ. അങ്ങനെ സച്ചി പോകുന്നത് നമ്മുടെ ശ്രുതിയുടെ ബ്യൂട്ടി പാർലറിലേക്കാണ്. ആ നീലിമയെയും കൊണ്ട് പോവുകയാണ്. അങ്ങനെ നീലിമയെ അവിടെ ഇറക്കി കൊടുത്ത് നീലിമ താങ്ക്സ് ഒക്കെ പറഞ്ഞ് പൈസ ഒക്കെ കൊടുത്ത് സച്ചി അവിടെ നിന്നും തിരികെ പോരുകയും ചെയ്യുന്നുണ്ട്. നീലിമ നേരെ ശ്രുതിയുടെ ബ്യൂട്ടി പാർലറിൽ കയറി ചെല്ലുകയാണ്. ഒറ്റ നോട്ടത്തിൽ തന്നെ ശ്രുതിക്ക് നീലിമയെ മനസ്സിലാകുന്നുണ്ട്. എന്താ മേഡം, എന്താ വേണ്ടത് എന്ന് ചോദിക്കുകയാണ് ശ്രുതി അറിയാത്ത പോലെ. അപ്പോൾ എനിക്കൊന്ന് ഫുൾ പാക്കേജ് ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നല്ല വലിയ വിലയുടെ ഒക്കെ കാര്യങ്ങളൊക്കെ തന്നെയാണ് പറഞ്ഞത്. മേഡം ഇരിക്കൂ എന്ന് പറഞ്ഞിട്ട് ശ്രുതി അവളെ അവിടെ സീറ്റിൽ ഇരുത്തുകയാണ്. നിന്നെ ഞാൻ ശരിക്കും മേക്കപ്പ് ചെയ്ത് തരാടി എന്ന് മനസ്സിൽ ഇങ്ങനെ ശ്രുതി പറഞ്ഞിട്ട്, മേഡം ഒരു മിനിറ്റ് കേട്ടോ, ഇപ്പം വരാമെന്ന് പറഞ്ഞ് പുറത്തേക്ക് പോവുകയാണ്. ആ സീറ്റിൽ ഇരുത്തിയിട്ട് അങ്ങനെ ശ്രുതി പോയിട്ട് വേഗം തൻ്റെ ഫോൺ എടുത്ത് ശ്രുതിയോട് പറയുകയാണ്, എത്രയും വേഗം ഈ ബ്യൂട്ടി പാർലറിലേക്ക് വരണം എന്ന് ആവശ്യപ്പെടുമ്പോൾ എന്താ എന്ന് ചോദിക്കുന്നുണ്ട്. അത്യാവശ്യമാണ്, വേഗം വരണം, എന്താവശ്യം ഉണ്ടെങ്കിലും മാറ്റി വെച്ചോളണം എന്ന് പറയുമ്പോൾ ശരി എന്നും പറഞ്ഞ് അങ്ങനെ ശ്രുതിയെ വിളിച്ചു വരുത്തുകയാണ്. അപ്പോഴേക്കും ശ്രുതി വന്നിട്ട് നീലിമയെ ഇങ്ങനെ മേക്കപ്പ് ചെയ്യുന്ന രീതിയിലൊക്കെ ഇങ്ങനെ തൊട്ട് തലോടി അങ്ങനെയൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോഴായിരിക്കും ശ്രുതി അവിടേക്ക് വരുന്നത്. ശ്രുതി നേരെ നീലിമയുടെ പുറകിൽ വന്ന് നിൽക്കുകയാണ്. പുറകിൽ വന്ന് നിൽക്കുമ്പോൾ കണ്ണാടിയിൽ ശ്രുതിയെ കണ്ട് പെട്ടെന്ന് ചാടി എഴുന്നേൽക്കുകയാണ് നീലിമ ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് നിങ്ങളെന്താ ഇവിടെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ശ്രുതി പറയാണ്, ഞാൻ നിന്നെ തേടി നടക്കായിരുന്നടി, നീയല്ലടി എൻ്റെ കയ്യിൽ നിന്ന് പണം കട്ടുകൊണ്ട് പോയത്, അപ്പോൾ എന്നെ വിട് എന്നും പറഞ്ഞ് അവളിങ്ങനെ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. അപ്പോഴേക്കും ശ്രുതി പിടിച്ചു നിർത്തിയിട്ട് നിൽക്കടി അവിടെ, ഇരിക്കടി അവിടെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുത്തുന്നുണ്ട്. ഇത് എൻ്റെ ഭാര്യയുടെ ബ്യൂട്ടി പാർലറാണ് എന്ന് ശ്രുതി പറയുമ്പോഴായിരിക്കും നീലിമയ്ക്ക് തനിക്ക് പറ്റിയ അബദ്ധം മനസ്സിലാകുന്നത്. എന്തായാലും പിടിച്ച പിടിയാലെ ആ കസാരയിൽ അങ്ങനെ കെട്ടിയിടുകയാണ് രണ്ടുപേരും ചേർന്ന് നീലിമയെ. എന്നിട്ട് പോലീസിൽ വിവരം അറിയിക്കുന്നുണ്ട്. ഓൾറെഡി
സുധി പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടല്ലോ ഇങ്ങനെ ഒരു 50 ലക്ഷം പോയതിനെ തുടർന്നിട്ട്. അങ്ങനെ പോലീസ് വരികയും പോലീസ് ഇവരെ എല്ലാവരെയും പോലീസ് സ്റ്റേഷനിലേക്ക് വരാൻ പറയുകയും അങ്ങനെ അവിടേക്ക് കൊണ്ടുപോവുകയും ചെയ്യുകയാണ്. അവിടെ വെച്ചിട്ട് ശ്രുതിയും സുധിയും ഒരു പൊടിക്ക് സമ്മതിക്കുന്നില്ല. അവർ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ഇവൾ കൊണ്ടുപോയ പൈസ അതും അതിൻ്റെ പലിശയും ഇത്ര നാളായില്ലേ അതിൻ്റെ പലിശയും ഉറപ്പായിട്ട് ഞങ്ങൾക്ക് തന്നിരിക്കണം എന്ന് ഒരൊറ്റ വാശിയിൽ അങ്ങ് നിൽക്കുകയാണ്. നീലിമയാണെങ്കിൽ ഒരു 10 പൈസ കൊടുക്കില്ല എന്ന് നീലിമയും തറപ്പിച്ച് പറയുന്നുണ്ട്. അങ്ങനെ നീലിമ തനിക്കറിയാവുന്ന ഒരു വക്കീലിനെ അവിടേക്ക് വിളിച്ചു വരുത്തുകയാണ്. അങ്ങനെ ആ വക്കീൽ വരുന്നുണ്ട്. വക്കീൽ വന്നിട്ട് നീലിമയോട് വക്കീൽ പറയുകയാണ്, വക്കീലിന് കാര്യങ്ങളൊക്കെ മനസ്സിലായി, ആകെ കേസ് കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുകയാണ്, ഇതിലിനി പ്രശ്നങ്ങൾ ഈ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നീലിമയ്ക്ക് തന്നെയായിരിക്കും പ്രശ്നമെന്ന് ആ വക്കീലിന് മനസ്സിലാക്കി. വക്കീൽ കാര്യങ്ങളൊക്കെ മാറി നിർന്നിട്ട് നീലിമയോട് പറയുന്നുണ്ട്, വേണ്ട മേഡം ഈ കേസുമായി മുന്നോട്ട് പോകണ്ട, അതാകെ പ്രശ്നമാകും. ഇത്രയും നാൾ മേഡം അവരെ വഞ്ചിച്ചതിനും മേഡത്തിൻ്റെ സ്വത്തുക്കൾ ഇപ്പോൾ ഉള്ള നിലവിലുള്ള എല്ലാ സ്വത്തുക്കളും ചിലപ്പോൾ ഒരുപക്ഷെ കണ്ടുകിട്ടും. പിന്നെ മേഡത്തിന് ഈ സ്വത്തുക്കൾ വിൽക്കാനോ ഒന്നിനും പറ്റാത്തൊരവസ്ഥയാവും. ഫ്രീസൊക്കെ ചെയ്യും, മേഡത്തിൻ്റെ അക്കൗണ്ട് മൊത്തം ഫ്രീസ് ചെയ്യും. അതുകൊണ്ട് അവരെന്താണോ ആവശ്യപ്പെടുന്നത് അവർക്ക് വേണ്ട പണം കൊടുക്കുകയാണ് മേഡം ഏറ്റവും നല്ല മാർഗം എന്നിങ്ങനെ വക്കീൽ പറയുകയാണ്. അങ്ങനെ നീലിമ ആദ്യം ഒന്നും സമ്മതിക്കാതെ ഒടുവിൽ അവരുടെ ആ ഒരു കാര്യത്തിൽ അംഗീകരിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിനിടയിൽ പുറത്ത് മറ്റൊരു സംഭവം നടക്കുന്നുണ്ട്. വേറൊന്നല്ല, നമ്മുടെ രേവതി പൂ കൊടുക്കാൻ വേണ്ടിയിട്ട് റോഡ് സൈഡിൽ തൻ്റെ സ്കൂട്ടർ അങ്ങനെ നിർത്തിയിട്ട് പെട്ടെന്ന് തന്നെ ഒരു കടയിൽ പോയി പൂ കൊടുത്ത് ഇങ്ങോട്ട് വരാമെന്ന് വിചാരിച്ചു, പൂമാല കൊടുത്ത് വരാമെന്ന് വിചാരിച്ചിട്ടായിരിക്കും പോകുന്നത്. പെട്ടെന്ന് അവൾ വെക്കുന്നത് നോ പാർക്കിംഗ് ഏരിയയിലായിരിക്കും. അവൾ അത് ശ്രദ്ധിക്കില്ല. അപ്പോഴാണെങ്കിലോ ആ കടയിൽ ആ ചേച്ചിക്ക് അത്യാവശ്യമായിട്ട് ഒരിടത്തും വരെയും പോകണം. രേവതി ഒന്ന് ഈ കട ഒരു മിനിറ്റ് നോക്കൂ, ഞാൻ ഇപ്പം വരാമെന്നും പറഞ്ഞ് ആ സ്ത്രീ അവിടെ നിന്നും പോകുന്നത്. ശരി ചേച്ചി പോയിട്ട് വായോ എന്ന് രേവതി പറയുകയും ചെയ്യുകയാണ്. ഇതേ സമയത്ത് നോ പാർക്കിങ്ങിൽ കിടക്കുന്ന രേവതിയുടെ സ്കൂട്ടർ എടുത്തിട്ട് പോലീസുകാർ കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടിടുകയും ചെയ്യുന്നുണ്ട്. രേവതി ഇത് അറിയുന്നില്ല. അങ്ങനെ ആ സ്ത്രീ തിരികെ വന്നതിന് ശേഷം തൻ്റെ സ്കൂട്ടി നോക്കണ നേരത്ത് കിടന്നിരുന്ന സ്ഥലത്ത് സ്കൂട്ടി ഉണ്ടാവില്ല. അടുത്തുള്ള ആളോട് കാര്യം ചോദിക്കുമ്പോൾ പോലീസ് എടുത്തുകൊണ്ട് പോയി എന്ന് പറയുന്നുണ്ട്. അപ്പോഴായിരിക്കും അത് നോ പാർക്കിംഗ് ഏരിയ ആയിരുന്നു എന്ന് നമ്മുടെ രേവതി മനസ്സിലാക്കുന്നതും. എന്തായാലും രേവതി വേഗം സച്ചിയെ വിളിച്ചു വരുത്തുകയാണ്. സച്ചിയും രേവതിയും അതേ പോലീസ് സ്റ്റേഷനിൽ തന്നെ പുറത്തുണ്ടായിരിക്കും. നമ്മുടെ സുധിയും നീലിമയും ശ്രുതിയും പോലീസ് സ്റ്റേഷൻ്റെ അകത്തായിരിക്കും ഉണ്ടായിരിക്കുക. ഇവർ രണ്ടുപേരും പുറത്ത് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ട്രാഫിക് പോലീസിനെ നോക്കിയിട്ടാണ് ഇവരിങ്ങനെ നിൽക്കുന്നത് പുറത്ത്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ അകത്ത് തീരുമാനമായി നീലിമ എത്രയും വേഗം ഇവരുടെ കയ്യിൽ നിന്ന് വാങ്ങിയ പൈസ കൊടുക്കണമെന്ന്. അപ്പോൾ നീലിമയെ വക്കീൽ പറയുന്നുണ്ട്, അവർ പറയാണ് സാക്ഷിയായിട്ട് ഒരാൾ ഒപ്പിടണമെന്ന് പറയുകയാണ്. അപ്പോൾ സാക്ഷിയായിട്ട് ഈ നാട്ടിൽ നീലിമയ്ക്ക് പ്രത്യേകിച്ച് പരിചയക്കാരും തന്നെയില്ല. പെട്ടെന്ന് പുറത്തേക്ക് വന്ന് നോക്കുമ്പോൾ സച്ചി അവിടെ നിൽക്കുന്നത് കാണുന്നുണ്ട്. അപ്പോൾ സച്ചിയോട് ചെന്ന് നീലിമ വിവരം പറയുകയാണ്, എനിക്കൊരു ചെറിയൊരു കേസുണ്ട്, താങ്കൾ അതിന് എനിക്ക് സാക്ഷിയായിട്ട് ഒപ്പിട്ട് തരുമോ എന്ന് ചോദിക്കുമ്പോൾ, എന്താ മേഡം കേസ്? അതൊരു ചെറിയ കേസാണ്, ഒരു ഉപകാരം ചെയ്യുമോ എന്ന് ചോദിക്കുമ്പോൾ, ശരി മേഡം എന്ന് പറഞ്ഞിട്ട് നീലിമയ്ക്ക് സാക്ഷിയായി ഒപ്പിട്ട് കൊടുക്കുന്നത് നമ്മുടെ സച്ചി തന്നെയാണ്. സച്ചിക്ക് അറിയില്ല ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന കേസ് എന്താണ്, ആരാണ് അകത്തുള്ളത് എന്നൊന്നും അറിയില്ല. നീലിമ മാത്രമാണ് പുറത്തേക്ക് വരുന്നതും. അങ്ങനെ സച്ചിയുടെ ഒപ്പം വാങ്ങി അവിടേക്ക് ചെല്ലുകയും കൊടുക്കാനുള്ള പൈസ ട്രാൻസ്ഫർ ചെയ്ത് അപ്പം തന്നെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് മെസ്സേജ് വന്നു എന്ന് ശ്രുതി ഉറപ്പുവരുത്തുകയും അങ്ങനെ ഒരുപാട് സന്തോഷമാകുന്നുണ്ട് ശ്രുതിക്കും. ശ്രുതി പറയാണ്, എന്തായാലും അമ്പലത്തിൽ ഉരുണ്ടതും വഴിപാട് കഴിച്ചതിനൊക്കെ ഈ കാര്യത്തിലെങ്കിലും ഒരു തീരുമാനം ഉണ്ടായല്ലോ, അതെന്തായാലും നന്നായി എന്ന് പറഞ്ഞ് നല്ല സന്തോഷത്തിൽ അങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ അവരവിടെ നിന്ന് പോകുമ്പോൾ ഈ രേവതിയും സച്ചിയാണെങ്കിൽ അകത്തേക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. അവർ രണ്ടുപേരും കാണുന്നുമില്ല. എന്തായാലും ഈ പോലീസിനോട് സംസാരിച്ച് നമ്മുടെ രേവതിയുടെ സ്കൂട്ടി വിട്ടുകിട്ടുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ രേവതി അവിടെ നിന്നും സച്ചിയും രേവതി ആ സ്കൂട്ടിയും വാങ്ങി സന്തോഷത്തോടെ അവരും പോവുകയാണ്. അങ്ങനെ ഈ 50 ലക്ഷവും അതിനുള്ള പലിശയും കൂടിയിട്ടാണ് ശ്രുതി വാങ്ങിച്ചെടുക്കുന്നത്. ആ പൈസ എന്താണ് ചെയ്യാൻ പോകുന്നത്, അത് വീട്ടിൽ പറയുമോ അഥവാ ഇനി സച്ചി അറിയുമോ, സച്ചി നീലിമയ്ക്ക് സാക്ഷിയായി ഒപ്പിട്ട് കൊടുത്തത് ഇനി മറ്റുള്ളവർ അറിയുമോ എന്നുള്ള കാര്യമൊക്കെ നമുക്ക് അടുത്ത റിവ്യൂവിൽ പറയാട്ടോ. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ എന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ. ബൈ, താങ്ക്